സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ രൂപപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാൻ മാർഗമാലോചിച്ച് നേതൃത്വം. അബിൻ വർക്കിയെയും KM അഭിജിത്തിനെയും അനുനയിപ്പിക്കാൻ നേതൃത്വത്തിനായിട്ടില്ല. KC വേണുഗോപാലിനെതിരെ പരാതിയുമായി നേതാക്കൾ തന്നെ നേരിട്ട് രംഗത്തെത്തിയതും തിരിച്ചടിയാണ്. മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നത്. മനീഷ്, ഗുഡ് മോർണിംഗ്. മനീഷ്, ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കും എന്നാണ് ഇപ്പോൾ നേതൃത്വം ആലോചിക്കുന്നത്? മനീഷ്, നിലവിൽ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള ഒരു പടയൊരുക്കം അല്ലെങ്കിൽ ഇത്തരത്തിൽ പാളയത്തിൽ പട ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു പൊട്ടിത്തെറി പാർട്ടിയിൽ ഉണ്ടായാൽ അത് വലിയ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ബാധിക്കും. പ്രത്യേകിച്ചും പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൽ ഇത്രയും ദിവസങ്ങളായി നാഥനില്ലാതെ അവിടെ ഒഴിഞ്ഞു കിടന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ആൾ, പ്രത്യേകിച്ചും അബിൻ വർക്കി സംസ്ഥാന പ്രസിഡന്റാകും എന്നുള്ള വാർത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. അബിൻ വർക്കിക്ക് പ്രത്യേകമായ അബിൻ വർക്കിയിൽ തന്നെ വിശ്വസിക്കുന്ന ഒരുപാട് അനുഭാവികളുള്ള ആളുകൾ തന്നെ യൂത്ത് കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിരുന്ന അബിൻ വർക്കി തന്നെ ആകാനുള്ള സാധ്യത ആരും തള്ളിക്കളഞ്ഞില്ല. പക്ഷേ ഐ ഗ്രൂപ്പിന് വലിയ രീതിയിൽ പ്രഹരമേറ്റുകൊണ്ടാണ് അബിൻ വർക്കിയെ സ്ഥാനത്തു നിന്ന് മാറ്റുകയും ഒപ്പം തന്നെ കേന്ദ്ര സെക്രട്ടറി സ്ഥാനം കൊടുക്കുകയും ചെയ്തത്. നിലവിൽ ഈ കേന്ദ്ര സെക്രട്ടറി സ്ഥാനം അബിൻ വർക്കി ഏറ്റെടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇതിൽ വലിയ രീതിയിലുള്ള പരാതി പറയുകയും താനൊരു സാധാരണ എന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ നയം വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഐ ഗ്രൂപ്പിനെ എങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലേക്ക് അനുരഞ്ജനത്തിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. KC വേണുഗോപാലാണ് ഈ അണിയറ നീക്കത്തിനൊക്കെ തന്നെ പിന്നിലെന്ന് പറയുമ്പോഴും ഒപ്പം തന്നെ ബിനു ചുള്ളിയിലിനെ കേന്ദ്ര സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സംസ്ഥാന അധ്യക്ഷനാക്കുന്നതും അത് നിലവിൽ ഉണ്ടായിരുന്ന സ്ഥാനത്തിന് മങ്ങലേൽക്കുന്നു എന്നുള്ള കാര്യമാണ്. പക്ഷേ എ ഗ്രൂപ്പ് കൂടി അത്തരത്തിൽ വലിയ സന്തോഷത്തിലല്ല. കാരണം KM അഭിജിത്തിനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും KM അഭിജിത്തിന് കൂടി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അർഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ഇവിടെ ജാതി സമൂഹത്തിൻ്റെ പേരിൽ OJ ജനീഷിനെ സംസ്ഥാന അധ്യക്ഷനാക്കുമ്പോൾ എന്തിനാണ് യൂത്ത് കോൺഗ്രസിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്തിയതിൻ്റെ മാനദണ്ഡം അതെന്തുകൊണ്ടാണ് ഇവിടെ ബാധിക്കപ്പെടാത്തത്? അതുകൊണ്ട് തന്നെ ഷാഫിയുടെ ഒരു നോമിനി എന്ന രീതിയിൽ OJ ജനീഷിനെ വ്യാഖ്യാനിക്കപ്പെടുകയും ഷാഫി പക്ഷം യൂത്ത് കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ കൂടുതൽ പിടിമുറുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ OJ ജനീഷിനെ കൊണ്ടുവന്ന അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിക്കകത്ത് നിലവിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. പക്ഷേ ഈ നിലവിൽ അബിൻ വർക്കിയാണ് ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ പരിഹരിക്കപ്പെട്ട് സമരസത്തിലേക്ക് എത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അബിൻ വർക്കിയെ ഇതുമായി ബന്ധപ്പെട്ട് അനുനയിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ കേന്ദ്ര സെക്രട്ടറി സ്ഥാനം അബിൻ വർക്കി ഏറ്റെടുക്കുമോ എന്നതാണ് ഉയർന്ന ചോദ്യം. ഉന്മേഷ്, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പുതിയ അധ്യക്ഷ പ്രഖ്യാപനത്തോടെ രൂപപ്പെട്ട പ്രതിസന്ധി അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസിലും ഒപ്പം കോൺഗ്രസിലും ഇപ്പോൾ നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.